നല്ല ഗുണ്ടുമണി പോലെയുള്ള സൂപ്പർ പൂരി, അടിപൊളി കപ്പ ബജിയും കൂട്ടി കഴിച്ച് നോക്കിയാലുണ്ടല്ലോ, ആഹാ സൂപ്പർ. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായി നല്ല വേവുന്ന കപ്പ ചെറുതായി കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല പൊടിയുള്ള കപ്പയാണ് ഏറ്റവും നന്നായിരിക്കുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളം ഊറ്റി കളഞ്ഞ് നമുക്കൊന്ന് ഉടച്ച് മാറ്റി വെക്കാം. ഇനി വെളിച്ചെണ്ണയിൽ കുറച്ച് ഉഴുന്ന് പരിപ്പും ഒരല്പം കടുകും ആവശ്യത്തിന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്നാൽ മാത്രം മതി, ഒരുപാട് മൂത്ത് പോവരുത്. ഇനി അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ലൂസിന് വേണ്ടി ഒരല്പം ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് പൂരി ഉണ്ടാക്കാം. അതിനായി കുറച്ച് മൈദപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളമാണ്. അത് സാധാരണ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കുഴച്ച് സോഫ്റ്റ് ആകണമെന്നൊന്നുമില്ല. സാധാരണ പോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. ഇനി അതിലേക്കൊരല്പം ഓയിലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇനി ഓരോന്നും പൂരി പോലെ പരത്തിയെടുക്കണം. ഇനി അതിനെ നല്ല ചൂടായ എണ്ണയിലിട്ട് കണ്ടില്ലേ പൊങ്ങി വരുന്നത്, അടിപൊളി സൂപ്പർ പൂരി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൂരിയാണ്. ഇത് പരത്തി അധിക സമയം വെക്കാതെ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായി പൊങ്ങി വരും. അധിക സമയം പരത്തി വെച്ചിരുന്നാൽ ചിലപ്പോൾ ഇത്ര നന്നായി കിട്ടില്ല, പൊങ്ങി വരുമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നല്ല കപ്പ ബജിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു, ബൈ, സി യു.